ഓക്കെ, ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ നടക്കാൻ പോണത്, അതോ ഇനി നമ്മൾ പഠിക്കാൻ പോണ ഏതെങ്കിലും വേറെ റിയാക്ഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ ഒരു സാധനമാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോണത്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കോമ്പൗണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണോ നിങ്ങൾ നോക്കുക. അതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ചിലപ്പോൾ അത് ക്ലോറിൻ ആവാം, ചിലപ്പോൾ അത് ഹൈഡ്രജൻ ആവാം. എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. സിംഗിൾ ബോണ്ട് ആണോ നോക്കുക, എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഈ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇടയിൽ കളയുക, ആഡ് ചെയ്തിരിക്കുന്ന സാധനത്തിൽ നിന്ന് ഒരെണ്ണത്തിന് എന്ത് ചെയ്യുക, അങ്ങോട്ട് കയറ്റുക. സപ്പോസ് ഇവിടെ ക്ലോറിൻ അല്ല ഫ്ലൂറിനാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹൈഡ്രജനെ മാറ്റുക, അതിന് പകരം ഒരു ഫ്ലൂറിനെ വെക്കുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോമ്പൗണ്ടിൽ നിന്ന് ഒരാളെ ഇറക്കുക, വേറൊരാളെ കയറ്റുക, ആഡ് ചെയ്തേക്കുന്ന ഒരാളെ കയറ്റുക. അപ്പോൾ എങ്ങനെ നമുക്കൊരു റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് അറിയാൻ പറ്റും? ഒന്ന്, സൺലൈറ്റിന്റെ പ്രസൻസിലാണോ ചെയ്തേക്കുന്നതെന്ന് നോക്കുക, അത് ഉറപ്പായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആണെന്നും അതിനകത്ത് എന്തെങ്കിലും സാധനം ആഡ് ചെയ്തിട്ടുണ്ടോയെന്നും ചെക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ കോമ്പൗണ്ടുകളും സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. അത് വരുവാണെങ്കിൽ അത് വേറെ റിയാക്ഷനാണ് വരിക. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കോമ്പൗണ്ടിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? CH3 സിംഗിൾ ബോണ്ട് CH3 plus Cl2 in presence of sunlight. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണോ ഇവിടെ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? സിംഗിൾ ബോണ്ട് ആണോ നോക്കാം. ഇത് സിംഗിൾ ബോണ്ട് ആണോ? യെസ്, സിംഗിൾ ബോണ്ട് ആണ്. എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടോ? യെസ്, ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രജനെ മാറ്റുക, പകരം അവിടേക്ക് ഒരു ക്ലോറിനെ വെക്കുക. ഹൈഡ്രജനെ മാറ്റുക, പകരം അവിടേക്ക് എന്ത് ചെയ്യുക? ക്ലോറിനെ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. എടാ, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ എവിടുത്തെ ഹൈഡ്രജൻ മാറ്റും? എവിടുത്തെ ഹൈഡ്രജൻ മാറ്റിയിട്ടാണ് ഞാൻ ക്ലോറിനെ വെക്കണ്ടേ? നിങ്ങൾ എവിടുത്തെ വേണമെങ്കിൽ ഹൈഡ്രജനെ മാറ്റിക്കോ, ക്ലോറിനെ വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റാം, വേണമെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജനെയും മാറ്റാം. നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സജഷൻ നിങ്ങൾ ആദ്യം ഇരിക്കുന്ന ഹൈഡ്രജനെ മാറ്റുക എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എഴുതാൻ എളുപ്പമായിരിക്കും, കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഹൈഡ്രജനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. CH3ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഈ CH3യുടെ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ഇറക്കി. പകരം ഇവിടെ ഇരിക്കുന്ന ഒരു Cl-നെ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ എന്ത് വരും ഇവിടെ? CH3 സിംഗിൾ ബോണ്ട്. CH3 ഒരു ഹൈഡ്രജൻ പോയാൽ CH2. പകരം നമ്മൾ ആരെ വെച്ചു? ഒരു ഹൈഡ്രജന് പകരം നമ്മൾ ആരെ വെച്ചു? ക്ലോറിൻ. CH2Cl. ഇനി ഇറങ്ങിപ്പോയ ഒരു ഹൈഡ്രജനും ഇവിടെ ബാക്കിയുള്ള ഒരു ക്ലോറിനോടെ ചേർന്നിട്ട് എന്തായിട്ട് മാറി? HCl ആയിട്ട് മാറി. ദാറ്റ്സ് മച്ച് സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഡയറ തരാം, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ദാ ഇതൊന്ന് ഫുൾഫിൽ ചെയ്ത് CH3 CH2 CH3 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ആൻസർ മാത്രം ഞാൻ എഴുതുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയത്തില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കുക. ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതാൻ പോവാണ്. ഇതിൻ്റെ ആൻസർ എന്താ? ഇങ്ങനെയാണ്: CH3 CH2 CH2Cl plus HCl. As simple as that. Clear? ഓക്കെ, സോ ഞാൻ നിങ്ങളുടെ ബ്രെയിനെ കുറച്ചുകൂടെ ഒന്ന് ട്രിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. സോ യു ഹാവ് എ മീത്തൈൻ. നിങ്ങളുടെ കയ്യിൽ ഒരു മീത്തൈൻ ഉണ്ട്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് എത്ര ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കളയാം. നിങ്ങളുടെ ഇവിടെ പഠിച്ചത് എനഫാണ്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ CH4 ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് വേണ്ടത് CH2Cl2 ഈ ഒരു കോമ്പൗണ്ട് വേണം. You have methane and you are asked to produce dichloromethane.
നിങ്ങൾക്ക് ഡൈക്ലോറോമീഥേൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിന് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആ ഡൈക്ലോറോമീഥേൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. ഡൈക്ലോറോമീഥേൻ വെച്ച് നിങ്ങൾക്ക് ഫാക്ടറി എന്തോ ഒരു പണി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലാകെ മീഥേനേ ഉള്ളൂ. സോ ഹൗ ആർ യു ഗോയിങ് ടു ബിൽഡ് ഡൈക്ലോറോമീഥേൻ യൂസിങ് മീഥേൻ? നമ്മളാകെ ഒരു റിയാക്ഷൻ പഠിച്ചോളൂ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ യൂസ് ചെയ്ത് മീഥേനെ എങ്ങനെ നമുക്ക് ഡൈക്ലോറോമീഥേൻ ആക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. നിങ്ങൾ ആൻസർ എഴുതി എന്ന് ഉറപ്പാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് സെറ്റായത് പറയാം. ഓക്കെ, സോ CH4 CH2 Cl2. ഓക്കെ, അത് നോക്കിക്കോ. അവർ ഗോയിങ് ടു ഡു ദിസ്. നമ്മൾ ആദ്യം ഈ CH4നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏർപ്പെടുപ്പിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകും, പകരം ഇവിടുന്ന് ഒരു ക്ലോറിൻ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH3Cl കിട്ടും. ഇനി ഈ CH3Clനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിപ്പോൾ CH3Cl കിട്ടിയല്ലോ, അതിനെ നമ്മൾ എടുത്തിട്ട് ഒന്നും കൂടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ എന്താ പറ്റുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്താ പറ്റുക, ഇവിടുന്ന് ഒരു H ഇറങ്ങിപ്പോവും, പകരം ഇവിടുന്ന് ഒരു ക്ലോറിൻ കയറും. അപ്പോൾ എന്ത് കിട്ടും, CH2Cl2. വി ബിൽഡ് ദിസ്. നമ്മൾ മീഥേനിൽ നിന്ന് 2 വട്ടം ക്ലോറിനെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, CH2Cl2നെ ഉണ്ടാക്കി. സിമ്പിൾ. വേണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഈ 2 റിയാക്ഷനോടെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, 2 പ്രാവശ്യം Cl2 ആഡ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, CH4ൻ്റെ കൂടെ 2 പ്രാവശ്യം Cl2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മോളിക്യൂൾ Cl2, അതായത് CH4ൻ്റെ കൂടെ അത് നമ്മൾ Cl2 ആഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി. അതിലൂടെ പിന്നെ Cl2 ആഡ് ചെയ്തു. അതാണ് 2 പ്രാവശ്യം Cl2 ആഡ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് എന്ത് പറ്റും, ഇവിടുന്ന് 2 ഹൈഡ്രജൻ ഇറങ്ങിപ്പോകും. 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ CH3 CH2 അല്ലേ. ഇവിടുന്ന് 2 ക്ലോറിൻ പകരം കയറും, CH2Cl2 പ്ലസ് 2HCl. 2 HCl ഇട്ടതില്ലേ, നോക്ക്. ഇവിടെയും പ്ലസ് HCl കിട്ടി, ഇവിടെയും പ്ലസ് HCl കിട്ടി. സോ 2 HCl കിട്ടി, 2HCl. ഓക്കെ.